ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് ഒരേ സമയം പല കാര്യങ്ങളും ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സിമ്പിൾ ടെക്നിക്ക്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന ഒരു വിദ്യ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പാടായിരിക്കും. ഇത് ശരിക്കും വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യും. കാരണം ഇത് അത്രയേറെ പവർഫുൾ ആണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. പ്രശസ്ത സ്പിരിച്വൽ റൈറ്ററും സൈക്കോളജിസ്റ്റും ആയിരുന്ന ജോസഫ് മർഫി അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ലോക പ്രശസ്തമായ പുസ്തകത്തിൽ ഒരു ടീച്ചറുടെ കഥ പറയുന്നുണ്ട്. ആ ടീച്ചറുടെ പേര് ബെൻ വൈറ്റ്. ഈ കഥ കേട്ടാൽ നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമാവും കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ ഇതെന്താ കുട്ടിക്കഥയാണോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കഥ പറയട്ടെ. ഒരിടത്ത് ഒരു സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ. ജീവിതം അത്ര മോശമൊന്നും ആയിരുന്നില്ല, പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചിരുന്നില്ല. അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും കയ്യിൽ പണം തികയാത്തൊരവസ്ഥ. അതുപോലെ തന്നെ വിവാഹവും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിലുപരി അവരുടെ വലിയൊരു സ്വപ്നം ഒരു കോളേജ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യണമെന്നായിരുന്നു. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് അവൾ വിഷമിച്ചിരിക്കുകയോ കൂട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ അടുത്ത് പോയിട്ട് പരാതി പറയുകയോ ചെയ്തില്ല. പകരം അവൾ ഒരു ഡയറി എടുത്ത് ഒരു മാന്ത്രിക വിദ്യ പോലെ 4 വാക്കുകൾ എഴുതി. എന്തൊക്കെയാണെന്നറിയാവോ ആ 4 വാക്കുകൾ? ഹെൽത്ത്, വെൽത്ത്, ലവ് ആൻഡ് എക്സ്പ്രഷൻ. അതായത് ആരോഗ്യം, സമ്പത്ത്, സ്നേഹം, ആവിഷ്കാരം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്ന്. എന്നാൽ ഇവിടെയാണ് ഈ കഥയുടെ മാജിക് തുടങ്ങുന്നത്. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഓരോന്നിന് താഴെയായിട്ട് ഒരു ചെറിയ വാചകം എഴുതി ചേർത്തു. അതിനെയാണ് നമ്മൾ അഫർമേഷൻ അഥവാ സ്ഥിരീകരണ വാചകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്തിന് താഴെ, അതായത് ആരോഗ്യത്തിന് താഴെ അവർ ഇങ്ങനെ കുറിച്ചു: ഞാൻ പൂർണ്ണമായും ആരോഗ്യവതിയാണ്. ദൈവം എൻ്റെ ആരോഗ്യമാണ്. രണ്ടാമത്തേത് സമ്പത്തിന് താഴെ: ദൈവത്തിൻ്റെ സമ്പത്ത് ഇപ്പോൾ എൻ്റേതാണ്. ഞാൻ സമ്പന്നയാണ്. മൂന്നാമത്തേത് സ്നേഹത്തിന് താഴെ എഴുതിയത്: ഞാൻ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. ഞാൻ അനുഗ്രഹീതയാണ്. അവസാനമായിട്ട് ആവിഷ്കാരത്തിന് താഴെ എഴുതിയത്: ദിവ്യമായ ബുദ്ധി എന്നെ എൻ്റെ ശരിയായ ജോലിയിലേക്ക് നയിക്കുകയും വഴി കാട്ടുകയും ചെയ്യുന്നു. ഞാൻ ആ ജോലി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യും. അതിലൂടെ എനിക്ക് വലിയ വരുമാനം ലഭിക്കും. ഇനി അവൾ എന്താണ് ചെയ്തതെന്ന് പറയാം. ഈ അഫർമേഷൻസ് എഴുതിയതിന് ശേഷം അവൾ ചെയ്ത കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അവൾ ഈ അഫർമേഷൻസ് പതിയെ ഫീൽ ചെയ്ത് വായിക്കും. എന്നിട്ട് അവൾ കണ്ണടച്ച് ഓരോ കാറ്റഗറിയുടെയും എൻഡ് റിസൾട്ട് മനസ്സിൽ കാണാൻ തുടങ്ങി. അതായത് അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായതിനു ശേഷം എന്ത് സംഭവിക്കുമോ അതവൾ മനസ്സിൽ കണ്ടു. നമ്മളൊക്കെ സ്വപ്നം കാണാറില്ലേ? അതുപോലെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ് വിഷ്വലൈസേഷൻ. ഈ ടീച്ചർ ഓരോ കാര്യവും എങ്ങനെയാണ് സങ്കല്പിച്ചതെന്നറിയാവോ? ഹെൽത്തിന് വേണ്ടി അവൾ ഡോക്ടർ അവളോട് നിങ്ങൾ പൂർണ്ണമായിട്ടും സുഖമായി, നിങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ഭാവനയിൽ കണ്ടു. മാത്രമല്ല ഈ വാചകം പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒരു ചിരിയോടെ അവളെ നോക്കുന്നത് വരെ അവൾ സങ്കല്പിച്ചു. രണ്ടാമതായി സമ്പത്തിന്റെ കാര്യത്തിൽ അമ്മ അവളോട് നീ ഇപ്പോൾ സമ്പന്നയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, നല്ലൊരു വീട്ടിലേക്ക് താമസം മാറാം, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് എന്ന് പറയുന്നത് അവൾ ഇമാജിൻ ചെയ്തു. അമ്മയുടെ മുഖത്തെ സന്തോഷം വരെ അവൾ മനസ്സിൽ കണ്ടു. സ്നേഹത്തെക്കുറിച്ച് ഭാവന ചെയ്തപ്പോൾ ഒരു പുരോഹിതൻ ഞാനിപ്പോൾ നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി പ്രഖ്യാപിക്കുന്നു എന്നും അവർ മനസ്സിൽ ഒരു വിവാഹമോതിരം വിരലിൽ അണിയുന്നതും ഫീൽ ചെയ്യുന്നു. അവസാനമായിട്ട് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആവിഷ്കാരത്തെക്കുറിച്ച് ഭാവന ചെയ്തപ്പോൾ അവരുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് സങ്കടകരമാണ്, പക്ഷേ നിങ്ങൾക്ക് കോളേജിൽ ജോലി ലഭിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നതും മനസ്സിൽ കണ്ടു. ഈ ഓരോ രംഗവും 5 മിനിറ്റോളം അവർ മനസ്സിൽ കണ്ടു. സമാധാനത്തോടെ
യാതൊരു തിരക്കുമില്ലാതെ അവരുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയിലേക്ക് ഈ ആഗ്രഹങ്ങളെല്ലാം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി അവർ ഇത് തുടർച്ചയായിട്ട് ചെയ്തു. എന്നിട്ട് ആ നല്ല ചിന്തകളോടെയാണ് അവർ കിടന്നുറങ്ങിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്നറിയാവോ? വെറും 3 മാസം കൊണ്ട് അവർ മനസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമായി. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറി, സാമ്പത്തികമായി അവർ മെച്ചപ്പെട്ടു, അവർ വിവാഹിതയായി, അവർ ആഗ്രഹിച്ച പോലെ ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് ജോലിയും ലഭിച്ചു. ഇത് വെറും യാദൃച്ഛികമാണോ? അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയായാലും സംഭവിക്കുമായിരുന്നോ? അല്ല, അവളുടെ മനസ്സിന്റെ ശക്തിയും ഇമാജിനേഷനുമാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലും ഈ മാജിക് സംഭവിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. എനിക്കൊരു നല്ല ജീവിതം വേണം എന്ന് വെറുതെ പറയരുത്. പകരം നിങ്ങളുടെ ജീവിതത്തെ ഈ 4 ഭാഗങ്ങളാക്കി തിരിക്കുക: ആരോഗ്യം, സമ്പത്ത്, സ്നേഹം, ആവിഷ്കാരം. എന്നിട്ട് ഓരോ വിഭാഗത്തിലും നിങ്ങൾക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് വ്യക്തമാക്കുക. അതിനെ ഒരു ചെറിയ വാക്യത്തിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് എല്ലാ ദിവസവും അത് നിങ്ങളുടേതാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം ഓരോ കാറ്റഗറിക്കും വേണ്ടി ഒരു സീൻ മനസ്സിൽ കാണുക. നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കിയതിന് ശേഷം എന്ത് സംഭവിക്കുന്നുവോ അങ്ങനെയുള്ളൊരു സീൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചതായിട്ട് സങ്കല്പിക്കാം. അതായത് ആഗ്രഹിച്ച കാര്യം ലഭിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കാണും, കേൾക്കും, സ്പർശിക്കും, മണക്കും, രുചിക്കും എന്നൊക്കെ സങ്കല്പിക്കുക. ആ യാഥാർത്ഥ്യം പൂർണ്ണമായിട്ടും അനുഭവിക്കുക. ആ അനുഭൂതിയിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ നോക്കിക്കോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കും. നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്